വെൽക്കം ഡെക്കോർ കാസിൽ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണം. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ കബോർഡുകളായാലും കിച്ചണായാലും നമ്മൾ നോർമലി പ്ലൈവുഡ് ആണ്. നമ്മൾ മുന്നേ പണ്ട് കാലങ്ങളെ മുതൽ നമ്മൾ പ്ലൈവുഡുകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങളുണ്ട്, പ്ലൈവുഡ് ചെതലുകൾ കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നോർമലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ പ്ലൈവുഡ് വെച്ച് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യില്ല. കാരണം ഇപ്പോഴത്തെ പ്ലൈവുഡുകളൊക്കെ നമുക്ക് അതുപോലെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ടെർമിക് പ്രൂഫ് ആണ്, അതുപോലെ E0 കെമിക്കലുകളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. നോർമലി ചെതലുകൾ വരാം, വുഡിൻ്റെതായിട്ടുള്ള കുറെ ഡ്രോബാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കബോർഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്ലൈവുഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുക. എന്നിരുന്നാലും നമ്മൾ കിച്ചൺ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലൈവുഡ് അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്ന സംഭവമാണ്. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ വാഷ് കൗണ്ടറിന്റെ താഴേക്ക് വരുമ്പോൾ ചെതലുകൾ കാര്യങ്ങളൊക്കെ നോർമലി വരാറുണ്ട് ഒരു 10 years കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൾട്ടിവുഡ്. മൾട്ടിവുഡിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രോബാക്കുകൾ അതിലുണ്ട്. അപ്പൊ നോർമലി നമുക്ക് ആ ഡ്രോബാക്കിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി നമ്മൾ നോക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രൂ, അതായത് നമ്മൾ ഇതിൽ ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇതിന്റെ സ്ക്രൂ എത്രത്തോളം നമുക്ക് ഹാർഡായി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോഡ് വരുമ്പോൾ അത് വിട്ടു പോരുന്നുണ്ടോ എന്നുള്ളത് ഡിപ്പെൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മൾട്ടിവുഡിന്റെ ഡെൻസിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഡെൻസിറ്റി നമ്മൾ പറയുന്നത് നോർമലി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് വെച്ചിട്ടാണ് പറയാ. അതുപോലെ ഡെൻസിറ്റി നമ്മൾ പറയുന്നത് ഇപ്പോൾ നോർമലി നമ്മുടെ മാർക്കറ്റിൽ 0.3, 0.4 തൊട്ട് ഡെൻസിറ്റി ഉള്ള മൾട്ടിവുഡുകൾ ഉണ്ട്. അപ്പൊ ഈ ഡെൻസിറ്റി കുറവുള്ള മൾട്ടിവുഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ സ്ക്രൂസുകൾ വിട്ടുപോരുന്ന ഒരു ടെൻഡൻസി കൂടുതൽ വരുന്നത്. അതിപ്പോ നമ്മളൊരു 0.65 അതുപോലെ 7 ആ ഒരു റേഞ്ചിലുള്ള മൾട്ടിവുഡ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും. ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് സ്ക്രൂസ് കാര്യങ്ങളൊന്നും വിട്ടുപോരാനായിട്ടൊരു 95% പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാലും അതിന്റെ ഡെൻസിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ക്രൂ ചെയ്തത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം നമുക്ക് ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നോർമലി നമ്മളിപ്പോ ഇങ്ങനെ സ്ക്രൂ ആണ് ഹിഞ്ചസ് വെച്ച് അതിലേക്ക് സ്ക്രൂ ചെയ്യും. അതിനൊരു സൊല്യൂഷനാണ് പുതിയൊരു ഐഡിയ ആണ് ഞങ്ങൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് സാധാരണ ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൾട്ടിവുഡിനെ ഇത് 17 mm തിക്നെസ് ഉള്ള ഒരു മൾട്ടിവുഡ് ആണ്. ഇതിന് നമ്മൾ ഇതിന്റെ സെന്ററിലായിട്ട് ഒരു 4 mm നമ്മളൊരു ഗ്രൂ ഇടും. ഇത് നമ്മൾ കർക്കേസ് എന്ന് പറയും. അതായത് നമ്മുടെ വാർഡ്രോബിന്റെ ഉള്ളിൽ വരുന്ന യൂണിറ്റ് ആണ് കർക്കേസ്. ആ കർക്കേസിന്റെ ഹിഞ്ചസ് വരുന്ന പോർഷൻ, അതായത് നമ്മൾ ഹിഞ്ചസ് വരുന്നത് ഈ ഒരു 5 cm ഈ ഹിഞ്ചസിന്റെ പോർഷൻസ് കാര്യങ്ങൾ വരാം. അപ്പൊ നമ്മൾ അതിനാണ് നമ്മൾ ഇതിന് ഗ്രൂ ഇടുമ്പോൾ ഒരു 5 cm ഡെപ്ത് ഇട്ടിട്ട് നമ്മൾ ഗ്രൂ ഇടാം. അപ്പൊ അതിൽ നമ്മൾ വുഡ് അതല്ലെങ്കിൽ പ്ലൈവുഡിന്റെ നമ്മളൊരു പീസ് ഇതിൽ ആഡ് ചെയ്ത് ഗ്ലൂ ഇട്ട് വെക്കും. അപ്പോൾ ഇതിനിങ്ങനെ ഈ ഒരു പോർഷനിലായിട്ടാണ് നിൽക്കുക. നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി നമ്മൾ അഡ്ജ് ബാൻഡിങ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മൾ നോർമലി 0.7 ഡെൻസിറ്റിനേക്കാളും ഒരു 5 times സ്ട്രെങ്ത് കൂടുതൽ കിട്ടും നമുക്ക് ഈ ഒരു വുഡിന്റെ ഒരു പീസ് വെച്ച് കൊടുത്താൽ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഹിഞ്ചസ് കൊടുക്കുമ്പോൾ ഹിഞ്ചസിന്റെ ഈ ഒരു പോർഷൻ 5 cm ആണ് നമുക്ക് ഉണ്ടാവും, 7 cm. അതിൽ നമുക്ക് 5 cm പോർഷനിലാണ് നമുക്ക് സ്ക്രൂസ് കാര്യങ്ങൾ വരാം. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൾട്ടിവുഡും അതുപോലെ തന്നെ പ്ലൈവുഡിലേക്കും കണക്ട് ആയിട്ടാണ് വരാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ധൈര്യമായിട്ട് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഈ സ്ക്രൂ വിട്ട് പോരില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് എത്ര ഡെൻസിറ്റി ഇത്തിരി കുറഞ്ഞതായാലും കൂടിയതായാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഈ സ്ക്രൂ വിട്ട് പോരുന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്ത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആ ഒരു മൾട്ടിവുഡിന്റെ ഡ്രോബാക്ക് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.